ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഈദ് മുബാറക്. എല്ലാവർക്കും അസ്ലി ഒമാൻ്റെ ഈദ് മുബാറക് ആശംസിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് പുഴയോരത്തുള്ള ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വള്ളുവനാടിന്റെ കലാഗ്രാമം എന്നറിയപ്പെടുന്ന വെള്ളിനഴിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കും. ഞങ്ങളുടെ തൊടിയിലേക്ക് കടക്കുകയാണ്. ഹായ് ഗൈസ്, ഞങ്ങൾ വീടിൻ്റെ അടുത്ത് കുറച്ച് തോട്ടമുണ്ട്, പുഴയോട് ചേർന്നിട്ട്, തൂതപ്പുഴയോട് ചേർന്നിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ ഒരു ഫാം പോലെ നമുക്ക് കുറച്ച് കൃഷികളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 4:30 മണിയൊക്കെ ആയി വൈകുന്നേരം. അപ്പോൾ ഇനി ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പുഴയുടെ തീരത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് മുമ്പേ ഇത് റബ്ബർ തോട്ടമായിരുന്നു, അതിന് പിന്നെ ഇങ്ങനെയൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് വാഴയാണ്, ചേന, അങ്ങനെയൊക്കെ ഓരോ സീസണിൽ ഓരോന്ന് ചെയ്യാറുണ്ട്. ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കുട്ടികളെ ഒന്ന് പുഴയിൽ ഇറക്കണം, പിന്നെ ഇവിടെ നിന്ന് തന്നെ കുറച്ച് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഈവനിങ്ങിൽ കഴിക്കാമെന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ബീഫ് കറി, പൊറാട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പൊതി പൊറാട്ട ഉണ്ടാക്കുക, പിന്നെ നല്ല പച്ചക്കായ കിട്ടുകയാണെങ്കിൽ ചിപ്സ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ അതിനുള്ള ടൈം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കി വെക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഇവിടെ. ഞാൻ വിചാരിച്ചു പുഴയിൽ നല്ല വെള്ളം കയറിയിട്ടുണ്ടാവും, മഴക്കാലമല്ലേ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഭാഗ്യമുണ്ട്, വെള്ളം കുറവാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇത് കാണുമ്പോൾ ശരിക്കും എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, പുഴയിൽ കളിച്ചതും. എന്തായാലും എൻ്റെ മക്കൾക്കും ഒരു ഗോൾഡൻ ചാൻസാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷേ വലുതായി അവരെ ബാല്യകാലം ഓർക്കുമ്പോൾ ഈ തെളിനീര് പോലുള്ള എന്താ പറയുക, നല്ല ഓർമ്മകൾ അവർക്കും ഉണ്ടാവട്ടെ. ഇറങ്ങണ്ട, ചാടിയാ മതി. ഇവിടെ നിന്നാണ് ചാടിക്കുന്നത്. ചാടിയാ മതിയടാ. ഇക്കിലൊന്നും ചാടണോ? ചാടാൻ ഡ്രസ്സുണ്ട്.
ഞാനും പിന്നെ ഒരു ക്രാഡ് ക്രാഫ്റ്റ് ഉണ്ടാക്കട്ടെ. അപ്പോൾ സുലൈമാനി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എമ്മ കപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ എന്തൊക്കെ കൊണ്ടായിരുന്നു? കുറച്ച് കറണ്ട് അപ്പോൾ കപ്പയും ബീഫ് കറിയും കൂട്ടിയിട്ട് കുറച്ച് കഴിക്കുന്നുണ്ട് എല്ലാവരും. ഇനി പൊതി പൊറോട്ട ഉണ്ടാക്കണം. അപ്പോൾ മാമന് കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. മാമൻ്റെ മക്കളാണ് ഞങ്ങളെ കൂടെ ഉള്ളത്, പിന്നെ വല്യമ്മയാണ് ഉള്ളത്. അതിന് വേണ്ടിയിട്ട് വാഴയില വാട്ടിയെടുക്കുകയാണ്. അതിലേക്കാണ് പൊറോട്ട വെക്കേണ്ടത്. ആദ്യം അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വാഴൻ്റെ ഇല വെക്കുന്നത്. എന്നിട്ട് പിന്നെ പൊതിയാണ് പൊറോട്ടയും ബീഫ് കറിയും അതിലൊഴിച്ചിട്ട് പൊതിഞ്ഞെടുത്തിട്ടാണ് പൊതി പൊറോട്ട ചെയ്യുന്നത്. ഇങ്ങനെ പൊതിഞ്ഞ പൊറോട്ട ഗ്യാസ് ബർണർ ഓണാക്കി സിമ്മിലിടുക. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വാഴയിലയുടെ സ്മെല്ലും ബീഫ് കറിയും ഒക്കെ കൂടി പൊറോട്ടയിൽ നല്ല ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റായിരിക്കും. നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് പൊതി പൊറോട്ട റെഡിയാക്കി എടുക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. സീ യു അഗൈൻ, ബൈ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ ഫാമിൽ നിന്ന് തന്നെ കായ വറുത്തതൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്താ പറയുക, ബാക്കിയുള്ള ഫുഡുകളൊക്കെ കഴിച്ച് പൊതി പൊറോട്ടയും കപ്പയൊക്കെ കഴിച്ച് എല്ലാവരും വയറൊക്കെ ഫുള്ളായിരുന്നു. പിന്നെ നല്ല ലേറ്റായിരുന്നു, അതുകൊണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്നാണ് കേട്ടോ കായ വറുത്തതൊക്കെ ഉണ്ടാക്കി കഴിച്ചത്. അപ്പോൾ എൻ്റെ ഫാമിലിയോടൊപ്പമുള്ള ഇന്നത്തെ ഫാം ട്രിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.